നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ടി വിനോദ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അയൽക്കാരൻ്റെ പുരയിടത്തിലുള്ള വൃക്ഷങ്ങളോ കെട്ടിടഭാഗങ്ങളോ മറ്റു ഫലങ്ങളോ നമ്മുടെ പുരയിടത്തിലേക്ക് ഓവർ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ശല്യമായിട്ട് ഓവർ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മാറ്റുന്നതിന് എങ്ങനെ നിവൃത്തി നേടാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ എവിടെ താമസിക്കുന്നു ആ അധികാരപരിധിയിലുള്ള മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ആണെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ സെക്രട്ടറി മുമ്പാകെ നമുക്ക് പരാതി ബോധിപ്പിക്കാം. അപ്രകാരം നമ്മൾ കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരപരിധിയുള്ള മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ സെക്രട്ടറിമാർക്ക് പഞ്ചായത്ത് രാജ് സെക്ഷൻ 238 അനുസരിച്ച് ആ വൃക്ഷം ചാഞ്ഞു കിടക്കുന്ന വൃക്ഷത്തിൻ്റെ ഉടമസ്ഥന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുന്നതും ആ നോട്ടീസ് കൊടുത്ത് ആ ഓവർ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ശല്യമായിട്ട് നമ്മുടെ വീടിനോ നമ്മുടെ ജീവന് ഭീഷണിയായിട്ടോ നമ്മുടെ ശുദ്ധജലത്തിന് ഭീഷണിയായിട്ടോ തടസ്സമായിട്ടോ നിൽക്കുന്ന വൃക്ഷങ്ങളോ കെട്ടിടഭാഗങ്ങളോ വെട്ടിമാറ്റുന്നതിനോ പൊളിച്ചു നീക്കുന്നതിനോ ബന്ധപ്പെട്ട നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതും മാത്രമല്ല, ഇപ്രകാരം പഞ്ചായത്ത് രാജ് സെക്ഷൻ 238 പ്രകാരം സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടും ഈ വസ്തു ഉടമ ഓവർ ഹാങ്ങിങ് ആയിട്ട് അന്യപുരയിടത്തിലേക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഉടമ അത് വെട്ടി നീക്കുക അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അന്യപുരയിടത്തിലേക്ക് ശല്യം ഉണ്ടാകാതിരിക്കുന്ന നടപടി സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നാൽ ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയുടെ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാർക്ക് അത് റിമൂവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട രീതിയിൽ സംരക്ഷിച്ച് നിർത്തുന്നതിനും അധികാരമുള്ളതും ഇതിലേക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ലോക്കൽ ബോഡി മുടക്കുന്ന ചെലവുകൾ ഈ വസ്തു ഉടമസ്ഥനിൽ നിന്നും, അതായത് ഇപ്രകാരം നോട്ടീസ് കൊടുത്തിട്ടും അത് അനുസരിക്കാതിരുന്ന വസ്തു ഉടമസ്ഥനിൽ നിന്നും ഈടാക്കി എടുക്കാവുന്നതാണ്. മാത്രമല്ല, ഇപ്രകാരം പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ നമ്മൾ ഈ പരാതി ബോധിപ്പിച്ചിട്ടും ഇത് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട അധികാരപരിധിയുള്ള റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ പരാതി ബോധിപ്പിക്കാനും ഈ ക്രിമിനൽ നടപടി നിയമം 133 അനുസരിച്ച് സെക്ഷൻ 133 അനുസരിച്ച് ഇത് വെട്ടി നീക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനും നോട്ടീസ് ഇഷ്യൂ ചെയ്യാനും അതാത് ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അധികാരമുണ്ട്. ഇനി ഈ പഞ്ചായത്തിലും നമ്മൾ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെയും പരാതി ബോധിപ്പിച്ചിട്ടും അതിനൊന്നും ശാശ്വതമായിട്ട് നമുക്ക് ഒരു പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ ഇത് സംബന്ധിച്ച് നമുക്ക് നമ്മുടെ അധികാരപരിധിയിലുള്ള മുനിസിപ്പൽ കോടതിയെ സമീപിച്ച് നമുക്കൊരു മാൻഡേറ്ററി ഇൻജങ്ഷൻ കേസ് കൊടുത്തിട്ട് നമുക്ക് നിവൃത്തി നേടാവുന്നതുമാണ്.